കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കി. SP ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇപ്പോഴും അവിടെ മനോജിലേക്ക് വരാം. എന്തായാലും കഴിഞ്ഞ ദിവസം ജനം TV റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. കൊല്ലം കൊട്ടാരക്കരയിലാണ് വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം നടന്നത്. ഈ കേസിൽ പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴും അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമെന്നേ പറയാനുള്ളൂ. പക്ഷേ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാണ്. എത്രയും വേഗം പ്രതിയെ പിടികൂടണം, അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഉയരുന്നത്. അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. SP ഓഫീസിലേക്ക് അടക്കം ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും മാർച്ച് നടത്തുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടാത്തത്? പ്രതിക്കൊപ്പമാണോ പോലീസ് എന്ന ചോദ്യം ഉയർത്തിയാണ് ഇന്ന് മാർച്ച് നടന്നത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ലവ് ജിഹാദ് ആരോപണമാണ് ആ കുടുംബം ഉയർത്തിയത്. ഈ പെൺകുട്ടിയെ മതം മാറ്റണം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ ആ പെൺകുട്ടി തലനാരിഴയ്ക്ക് അതിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പോക്സോ വകുപ്പ് ചുമത്തിയാണ് ഈ വിഷയത്തിൽ കേസെടുത്തത്. പക്ഷേ എന്നിട്ട് പോലും പ്രതിയെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും പോലീസിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാകുന്നത്. മനോജ് ഉണ്ട് സ്ഥലത്ത് നിന്ന്. മനോജ്, ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണോ? എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടികൂടാൻ ഇവർക്ക് സാധിക്കാത്തത് മനോജ്? ാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം ഈ SP ഓഫീസിന് സമീപത്ത് നടന്നത്. രാവിലെ തന്നെ SP ഓഫീസിലേക്ക് ഈ മാർച്ചിനും ധർണയ്ക്കും പങ്കെടുക്കുവാനും നിരവധി ഹിന്ദു ഐക്യവേദി അതോടൊപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരെത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിനോട് ചോദിക്കുമ്പോൾ ഇതുവരെയും പോലീസിന് പ്രതിയെ പിടികൂടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് തിരികെ ലഭിക്കുന്ന മറുപടി. ഇതിലൊക്കെ തന്നെ ഈ പ്രതിയുടെ പ്രായപരിധിയൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പോലീസ് ഇത് വൈകിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഹൈന്ദവ സംഘടനാ നേതാക്കളടക്കം ചോദിക്കുകയാണ്. കാരണം ആരെങ്കിലും ഭയന്നിട്ടാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇടപെടൽ ഇതിനു പിന്നിലുണ്ടോ എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ഈ SP ഓഫീസിന് സമീപത്ത് വെച്ചുകൊണ്ട് ബാരിക്കേഡ് വെച്ചാണ് ഈ പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. അവിടെ എത്തി പ്രസംഗിച്ച ഓരോ ഈ സംഘടനാ നേതാക്കളും വ്യക്തമാക്കിയത് തന്നെയാണ്. ലവ് ജിഹാദ് ഇല്ല എന്നിവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോഴും അത് കൃത്യമായും അതിൻ്റെയൊക്കെ ഉദാഹരണമാണ് കൊട്ടാരക്കരയിലടക്കം ഇപ്പോൾ നടന്നു വരുന്നത്. പക്ഷേ പ്രതിയെ പിടികൂടാൻ പോലീസ് കാണിക്കുന്ന ഈ നിസ്സംഗത അത് ഇനി വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തരും അവിടെ വ്യക്തമാക്കിയത്. കാരണം ഇനിയും ഇങ്ങനെ ഈ തരത്തിലാണ് മുന്നോട്ട് പോകാൻ പോലീസിൻ്റെ മനോഭാവമെങ്കിൽ കൂടുതൽ പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇവരൊക്കെ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പെൺകുട്ടിയും അതോടൊപ്പം പെൺകുട്ടിയുടെ അമ്മയും ഈ കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നത്. ഈ പെൺകുട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു എന്നുള്ളതാണ് പുറത്തു വന്ന വിവരങ്ങൾ. കാരണം ഈ ഇസ്ലാം മതത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയെ പ്രണയം നടിച്ചുകൊണ്ട് കുട്ടിയോട് പല വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ യുവാവ് നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതൊക്കെ തന്നെ ഈ പെൺകുട്ടി പരാതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യക്തമായും ജനം TVയോടക്കം ഈ കാര്യമെല്ലാം വെളിപ്പെടുത്തിയതാണ്. പിന്നാലെയാണ് പ്രതിഷേധവും ശക്തമായത്. പോലീസ് പോക്സോ കേസാണ് ഈ പ്രതിക്കെതിരെ അൻവർ ഷായ്ക്കെതിരെ എടുത്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് വരെയും പോലീസ് ആ പ്രതിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിച്ച പോലീസ് പിന്നീട് ആ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കുന്നില്ല. ഇതിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും വിശ്വ ഹിന്ദു പരിഷത്തും അടക്കം. ഇന്ന് BJPയുടെ ഈ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അടക്കം രാജീവ് പ്രസാദ് അടക്കം ഇവിടെ പ്രസംഗിച്ചിരുന്നു. ഇങ്ങനെ പോലീസ് മുന്നോട്ട് പോയാൽ ഇനി ശക്തമാക്കി ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് BJP അടക്കം അറിയിച്ചിട്ടുള്ളത്. കാരണം വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടും അറസ്റ്റ് ഉണ്ടായിട്ടില്ല. ഇതിൽ വൻ പ്രതിഷേധം ഉയരുകയാണ്. അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. കൊല്ലത്ത് നിന്ന് മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.